അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ കാരണം നമുക്കറിയാം, എല്ലാവരും ഓൾറെഡി ടീച്ചേഴ്സാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ടീച്ചേഴ്സിനെ കുറിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഒരു മഹത്തായ ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇത് ദുനിയാവിലോട്ടും ആഖിറത്തിലോട്ടും പ്രധാനപ്പെട്ട ജോലിയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഖുർആനാണല്ലേ. ഖുർആൻ നമ്മുടെ മെയിൻ സബ്ജക്റ്റ്. അപ്പം ബാക്കി എല്ലാതും അതിന് ശേഷമാണ് അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു ഇമ്പോർട്ടൻ്റ് എല്ലാ ടീച്ചേഴ്സും തന്നെ നിങ്ങൾ ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പം നിങ്ങൾ സ്റ്റുഡൻ്റാണ്. അപ്പോൾ എല്ലാ സ്റ്റുഡൻറ്റും തന്നെ അത് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ ഓരോ സ്റ്റുഡൻറ്റിനെയും കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ക്ലാസ് എടുത്ത് കൊടുക്കുക ഇൻഷാ അല്ലാഹ്. മെയിനായിട്ട് നമുക്ക് അതന്നെ പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം നമ്മുടെ സ്വഭാവത്തിൻ്റെ കാര്യം, നമ്മൾ ഓരോ സ്റ്റുഡൻറ്റിന് നമ്മൾ പെരുമാറേണ്ട കാര്യം ഒന്ന്. അപ്പോൾ അത് എന്നോട് പ്രത്യേകമായിട്ട് മാം ഏൽപ്പിച്ച ഒരു കാര്യമാണ്, ഒരു അമാനത്താണത്. കാരണം നമ്മളെ ഒരു കുട്ടിയെ നമ്മളെ കയ്യിലിപ്പം ഒരു അക്കാദമി നമ്മളെ കയ്യിൽ തരുമ്പം ആ കുട്ടിയോട് ഏത് രീതിയിൽ പെരുമാറണം അല്ലേ, ആ കുട്ടിയെ എന്താണ് പഠിക്കാൻ ആ കുട്ടി വന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ആദ്യം ചോദിച്ചറിയണം. കുട്ടി ചെറിയ കുട്ടിയാണെങ്കിലും, ഇനിയിപ്പോൾ ചെറിയ കുട്ടിയാണെങ്കിൽ വലിയ ഏറ്റവും കുറേ മുതിർന്ന ഒരാളെ നമ്മളെടുത്ത് വരും നമ്മളൊരു രീതിയിൽ പെരുമാറാമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നും ഒരക്ഷരവും ഒരു ലെറ്റേഴ്സും അറിയാത്ത ഉമ്മമാരുണ്ട് നമ്മുടെ ഗ്രൂപ്പിലോട്ട് വരുന്നുണ്ട്, നമ്മുടെ അക്കാദമിയിലോട്ട് ഒരുപാട് ഉമ്മമാർ പഠിക്കുന്നുണ്ട്. അപ്പം അവരൊക്കെ നമ്മളെ ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചെറിയ കുട്ടികളോട് എങ്ങനെ പെരുമാറുന്നത് ആ രീതിയിൽ നമ്മളെ അങ്ങോട്ട് കമ്പയർ ചെയ്തിട്ട് തന്നെ നമ്മൾ പഠിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ പോയിൻ്റ്. പിന്നെ രണ്ടാമത്തെ ഒരു പോയിൻ്റ് പറയാനുള്ളത്, നമ്മൾ നല്ല തജ്വീദ് ആദ്യം തന്നെ തജ്വീദിലുള്ളൊരു ആന്തരികമായൊരു പഠനം നമുക്ക് ടീച്ചേഴ്സിന് നിർബന്ധമാണ്. അത് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഖുറാൻ്റെ കാര്യത്തിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹർക്കത്ത് മിസ്റ്റേക്ക് വന്നാൽ വരെ നമുക്ക് അറബി ഭാഷയിൽ വലിയതായിട്ടുള്ള ചേഞ്ചിങ് വരുന്നുണ്ട് കേട്ടോ. അത് നമ്മളെല്ലാവരും ഒരു ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയമാണ്. അറബി ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു ലെറ്റേഴ്സ് മാത്രമല്ല, ഹർക്കത്ത് മിസ്റ്റേക്ക് തന്നെ വന്നാലാണ് എത്രയും ചേഞ്ചിങ് വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ് എടുത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ പഠിക്കേണ്ടത് നമ്മൾ ടീച്ചേഴ്സാണല്ലേ. ടീച്ചേഴ്സിന് കൃത്യമായിട്ട് ഖുർആൻ പാരായണം അറിയാതെ നമ്മളൊരു സ്റ്റുഡൻറ്റിന് നമ്മൾ പഠനം ചെയ്തു കൊടുത്താൽ എന്താ സംഭവിക്കുക, ഇവിടെ ഈ തെറ്റ് പാരായണം ചെയ്തിട്ട് ആ കുട്ടി തെറ്റായ രീതിയിൽ ഖുർആൻ പഠിക്കാം. അപ്പോൾ നമുക്ക് ഒരു തലമുറയെ വാർത്തെടുക്കുക, നല്ലൊരു തലമുറയെ വാർത്തെടുക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം, അക്കാദമിയുടെ ഉദ്ദേശം അതാണ്. അപ്പോൾ അത് നമുക്കവിടെ സ്റ്റോപ്പാണ് ഇങ്ങനെയാകുമ്പോൾ. ഒന്ന് രണ്ട് കുറച്ച് പ്രശ്നങ്ങൾ തന്നെ അങ്ങനെ വന്നിട്ടുണ്ട് പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക്. അതെന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്, നമ്മൾ ടീച്ചേഴ്സ് കൃത്യമായ രീതിയിൽ ഖുർആൻ പാരായണം ചെയ്ത് കൊടുക്കുന്നില്ല. കൊടുത്തെങ്കിൽ തന്നെ അത് പിന്നെ ഒരുപാട് മിസ്റ്റേക്കുകൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാത്ത രീതിയിൽ നമ്മൾ ഖുർആൻ ഓതി കൊടുക്കണേ എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ തജ്വീദ് പഠിക്കണം അല്ലേ. അത് നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് ജസരിയ ഒരു മെയിൻ ആണ്, പക്ഷേ ജസരിയ ഒന്നും കൂടെ കുറച്ച് ലെവൽ മുകളിലാണ്. അപ്പോൾ അതിന് നേരെ താഴെയായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന നൂറാനി കായിദയാണ്. അപ്പോൾ നിങ്ങൾക്ക് നൂറാനി കായിദയും പഠിക്കാത്ത ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് പഠിക്കണം. അത് ഏകദേശം പഠിച്ച് അതിൻ്റെ ഇജാസ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ജസരിയയിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നൂറാനി കായിദ ആദ്യം നിങ്ങൾക്ക് റെഡിയാണോ എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യും ഇൻഷാ അല്ലാഹ്. അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ജസരിയയ്ക്ക് ഓഫർ തരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ജസരിയ പഠിക്കുകയാണെങ്കിൽ അത്യാവശ്യം നൂറാനി കായിദ അറിഞ്ഞിരിക്കുക, മനസ്സിലായില്ലേ. അത്യാവശ്യം നൂറാനി കായിദ അറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജസരിയ പഠിക്കാൻ പറ്റുള്ളൂ. കാരണം അത് ഞാൻ പറഞ്ഞില്ല, കുറച്ച് ടഫാണ്, മുകളിലാണ്. അതപ്പം അല്ലാത്തവർക്ക് ഒന്നും തന്നെ മനസ്സിലാവില്ല. നമ്മൾ ചെറിയ കുട്ടികളോട് പെട്ടെന്ന് നമ്മൾ ഖുർആൻ പാരായണം ചെയ്ത് കൊടുക്കുന്ന രീതിയിലാവും ഇപ്പം നിങ്ങൾ ജസരിയ പെട്ടെന്ന് എടുത്താൽ. അപ്പോൾ നൂറാനി കായിദ കംപ്ലീറ്റ് ആയവർക്കൊരു പ്രശ്നവുമില്ല, സിമ്പിളായിരിക്കും. സിമ്പിൾ എന്ന് പറഞ്ഞാൽ അതിനോടനുബന്ധിച്ചുള്ള ഒരു ചെറിയൊരു പ്രയാസം ഉണ്ടാവും, അല്ലാതെ ഒരു മനസ്സിലാവാത്തൊരു പ്രയാസം ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്.
ഓക്കെ സാർ, നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോടും കൂടെ സംശയം ചോദിക്കുകയും ചെയ്യാം കേട്ടോ, ഇൻഷാ അള്ളാ. പിന്നെ പറയാനുള്ള കാര്യം, അപ്പം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ആദ്യം നിങ്ങൾ തജ്വീദ് പഠിക്കുക. അപ്പം ഫസ്റ്റ് ഞാൻ നിങ്ങൾ നമുക്ക് ഖിറാത്തിനായിട്ട് ഒരു ക്ലാസ് വെക്കും. അതിൻ്റെ സമയം ഞാൻ നിങ്ങളെ അറിയിക്കും കേട്ടോ, ഇൻഷാ അല്ലാഹ്. 2 ദിവസത്തിനകം തന്നെ, ചിലപ്പോൾ നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ ആയിരിക്കും. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ആ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്ത് ഓരോരുത്തരെയും ഖിറാത്ത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പം ഓരോരുത്തർക്കും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നുള്ളത് അത് നോക്കാം. നമുക്ക് ഒന്നുകൂടെ ഇമ്പ്രൂവ് ആകേണ്ടവരെ നമ്മൾ ആ ഒരു രീതിയിലോട്ട് നമ്മൾ ഓതിപ്പിച്ച് തിലാവ ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെക്കും. അത് തജ്വീദ് പ്രകാരം. എങ്ങനെയെങ്കിലും ഖുർആൻ പഠിച്ചത് കൊണ്ടായില്ല, ഖുർആൻ പഠിച്ചു, ഞാൻ ഖുർആൻ പഠിച്ചു അങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. നമ്മൾ തജ്വീദോട് കൂടി ഖുർആൻ പഠിക്കൽ നിർബന്ധമാണ്. അപ്പോഴേ അതിൽ തെറ്റില്ലാതെ ഓതാൻ പറ്റുമോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, മീനിങ്ങിന് വളരെ ചേഞ്ചിങ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കലാമാണ്. കലാം എന്ന് പറഞ്ഞാൽ സംസാരമാണ് അല്ലേ. അള്ളാഹുവിൻ്റെ സംസാരം നമുക്ക് മാറ്റിമറിക്കാൻ ഒരിക്കലും അനുവാദമല്ല. ഖിയാമത്ത് നാൾ വരെ ഫുർഖാനുൽ അലീം അതേ രീതിയിൽ തന്നെ നിലനിൽക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോടും റസൂലും നമ്മളോട് ഉറപ്പ് പറഞ്ഞ കാര്യം. അപ്പോൾ നമുക്ക് അതിലൊരു മാറ്റം വരുത്തൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ മാറ്റം വരുത്തുന്നത് കൊണ്ടല്ല, മാറ്റം വരുത്തിപ്പിക്കരുത്. നമ്മൾ തെറ്റായ രീതിയിൽ ഓതിയിട്ട് അതങ്ങനെ മാറ്റം വരുത്താൻ പാടില്ല. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തജ്വീദ് പഠിച്ചതിന് ശേഷം നമ്മൾ ഖുർആൻ ഓതുമ്പം ഏകദേശമൊക്കെ റെഡിയാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇത് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. നാളെ നമുക്ക് നിങ്ങളുടെ ഖിറാത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല നുറാനിക് ആയത് ആദ്യം ഞാൻ എടുത്തുതരാം. എന്നിട്ട് പിന്നെ ബേസിക്കായിട്ട് അങ്ങനെ പഠിച്ചിട്ട് പിന്നെ ജസരിയയിലോട്ട് അങ്ങോട്ട് പോകാം ഇൻഷാ അല്ലാഹ്. ആദ്യം ഞാൻ നിങ്ങളുടെ ഖിറാത്തും ചെക്ക് ചെയ്യട്ടെ, എത്രത്തോളം ക്ലിയർ ആണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കണ്ടേ, എന്നെങ്കിൽ മാത്രമല്ലേ അറിയുള്ളൂ. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ പിന്നെ ആരും ഫുൾ ക്ലിയർ അല്ലേ, എല്ലാവർക്കും ഓരോരോ നെഗറ്റീവ്സ് ഉണ്ടാവും അല്ലേ. നമ്മളെല്ലാവരും മനുഷ്യരാണ് അല്ലേ, എല്ലാവർക്കും ഉണ്ട് ഓരോ നെഗറ്റീവ്സ്. പക്ഷേ നമ്മൾ ഖുർആൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അതിനൊന്നും നമുക്കൊരു ഇതില്ലല്ലോ, ഒന്നൊരു എക്സ്ക്യൂസ് ഇല്ലാത്ത കാര്യമാണ് ഖുർആൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അല്ലേ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളെ അക്കാദമി നമ്മൾ നല്ലൊരു ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. പക്ഷേ ടീച്ചർമാർ പിന്നെ കുട്ടികൾക്ക് ഓതി കൊടുക്കുമ്പോൾ ഓരോ മിസ്റ്റേക്ക് വരുന്നു എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഇങ്ങനെ ഒരു ക്ലാസ് വെക്കാനും, ടീച്ചർമാർക്ക് ആദ്യം ക്ലാസ് കൊടുക്കണം. അല്ലാതെ നമ്മൾ കുട്ടികളെ കൊടുത്തിട്ട് നമ്മളും കൂടെ നാളെ എന്താണ് ഹിസാബ് ഏൽക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് പോകുന്നത് അല്ലേ. ഇപ്പോൾ ഈ കുട്ടിയോട് നാളെ ആഖിറത്തിൽ നിന്ന് ചോദിക്കുകയാണ്, ആരാണ് നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മളെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ പറയും, നിങ്ങളിൽ ഒരു ഇത് ചുമതല ഏൽപ്പിച്ചത് ആരാണ്? നമ്മളാണ് അല്ലേ. അപ്പോൾ നമ്മളെ പറയാം, പിന്നെ ആരാണ് അതിന് ലാസ്റ്റ് നരകത്തിൽ കിടക്കേണ്ടി വരിക? അതാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഇതിൻ്റെ ഗൗരവം കുറച്ചൊന്നും അല്ല, നല്ല കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കാര്യം, നമുക്ക് ഈ ഖുർആൻ്റെ ക്ലാസ്സാണ്, നാളെ നമ്മൾ ഹിസാബ് ഏൽക്കേണ്ട സംഗതിയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ പഠനത്തിലോട്ട് മുന്നോട്ട് വരിക. ലൈവ് ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നവരൊക്കെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അല്ലാത്തൊരു നിർബന്ധമായിട്ട് റെക്കോർഡ് ക്ലാസ് കേൾക്കണം. കാരണം നമുക്ക് എക്സാം ഉണ്ടായിരിക്കും. എക്സാം കഴിഞ്ഞാൽ അതിൽ പാസ്സായവർക്ക് മാത്രമേ നമ്മൾ അങ്ങോട്ട് പിന്നെ നിങ്ങൾക്ക് ബാച്ച് തരികയുള്ളൂ. അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കും. എക്സാമിൽ മാർക്ക് ഉണ്ടോ എന്നെങ്കിൽ നമ്മൾ എന്തായാലും നമുക്കിനി ബാച്ച് തരുള്ളൂ കേട്ടോ. അത് നിർബന്ധമായിട്ട് നമ്മളോട് പിന്നെ അക്കാദമി നമ്മളോട് ഏൽപ്പിച്ച കാര്യമാണ്, എന്നെ ഏൽപ്പിച്ച കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ക്ലാസ് കേൾക്കാൻ ഞാൻ വീണ്ടും പറയാം, കറക്റ്റ് നിങ്ങൾ ക്ലാസ് കേൾക്കണം. എന്നിട്ട് നമുക്ക് എക്സാം ഉണ്ടാവും. എക്സാമിൽ പാസ്സാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് ക്ലാസ് കേൾക്കണം. ആ ക്ലാസ്സിൽ നിന്ന് ഓരോരോ ക്വസ്റ്റ്യൻ ഉണ്ടാവുമ്പം അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ക്ലാസ് കേൾക്കണ്ടേ. അപ്പോൾ ഞാനൊക്കെ ജസരിയെ പഠിക്കുമ്പോൾ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, നമ്മളെ ഒരു റെക്കോർഡ് ക്ലാസ് തന്നെ 2-3 പ്രാവശ്യം കേൾക്കും. കാരണം നമുക്ക് ബൈഹാർട്ട് ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സ്വഹാബത്തിൻ്റെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഒറ്റ പ്രാവശ്യം മാത്രം കേട്ടാലും ബൈഹാർട്ടായിരുന്ന സ്വഹാബാക്കളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അത്രയും ഒരു മെമ്മറീസ് പവർ ഇല്ല. അതുകൊണ്ട് തന്നെ 1, 2, 3 തവണ നമുക്ക് കേൾക്കേണ്ടി വരും. ചിലർക്ക് അതിൽ കൂടുതൽ കേൾക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ഓരോരുത്തർക്കും മെമ്മറീസ് പവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ രീതിയിലാണല്ലേ കൊടുത്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ക്ലാസ് കേൾക്കൽ നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ശേഷം എക്സാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഗൗരവത്തിൽ തന്നെ എടുക്കുക ഇതിൻ്റെ വിഷയം കേട്ടോ. ഇൻഷാ അല്ലാഹ് അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനി നാളെ മുതൽക്ക് നമുക്ക് നിങ്ങളുടെ ഖിറാത്ത് ചെക്ക് ചെയ്ത് അങ്ങനെ 2 ദിവസം നിങ്ങളുടെ ഖിറാത്തായിരിക്കും. 2 ദിവസം തിയറി, 2 ദിവസം പ്രാക്ടിക്കൽ, അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് നടന്ന് കൊണ്ടിരിക്കുക കേട്ടോ ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് തന്നെ പറയാനുള്ളൂ. അപ്പോൾ പിന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ നമ്മൾ അവരെ പഠിപ്പിക്കുക. ഖുർആൻ
മീനിങ്ങിൽ ചേഞ്ച് വരാതിരിക്കണേ തജ്വീദ് പഠിക്കൽ മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തജ്വീദ് നല്ല ക്ലിയർ ആക്കിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കുട്ടികൾ ക്ലാസ് എടുത്ത് കൊടുക്കുക. കാരണം ഈ കുട്ടികൾ പിന്നെ മുതിർന്നവരായി ഈ തെറ്റ് പഠിച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ കുറച്ച് ടീച്ചേഴ്സാവും, അല്ലെങ്കിൽ സ്വന്തം മക്കൾ അതിനെ പഠിപ്പിക്കേണ്ടി ഒരു തലമുറ മൊത്തം എന്താണ് നാശത്തിലോട്ട് പോകും. അപ്പം അങ്ങനെ ഒരു ഇത് നമ്മൾ വരുത്താൻ പാടില്ല അല്ലേ. അപ്പം നമ്മളാൽ നമുക്ക് ഇപ്പം നമ്മളിനി മരണപ്പെട്ടു പോയെങ്കിൽ തന്നെ നമ്മൾ പഠിപ്പിച്ച സ്റ്റുഡൻറ്റ് മറ്റൊരു സ്റ്റുഡൻറ്റിനെ പഠിപ്പിച്ച് കൊടുക്കുമ്പം അതിൻ്റെ ഹസനാത്ത് കൂടെ നമുക്ക് നാളെ കബറിലോട്ട് എത്തുന്ന കാര്യമാണ്. മനസ്സിലായില്ലേ? ഇതൊരു നിസ്സാര വസ്തുവല്ല ഖുർആൻ ക്ലാസ്, മദ്രസ ക്ലാസ് എന്നുള്ളതൊന്നും കേട്ടോ. ഇൻഷാ അല്ലാഹ് അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കുക. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി ഇത്രയും പറഞ്ഞ ഇന്നത്തെ ക്ലാസ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. നാളെ മുതൽ നമുക്ക് തജ്വീദ് ക്ലാസ് ആരംഭിക്കുകയാണ്. ഓക്കെ ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.